നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനോട് പരസ്യ പോരിനിറങ്ങിയിരിക്കുകയാണ് കെ ശൈലജയും പി ജയരാജനും. ശൈലജയോടും പിയോടും പാർട്ടി കാണിക്കുന്ന ഇരട്ടത്താപ്പും ഇരുവരെയും ഒതുക്കാൻ പിണറായി വിജയൻ കൈക്കൊണ്ട നടപടികളുമെല്ലാം പരസ്യമായ രഹസ്യമാണ്. എങ്കിലും പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്താൻ ഇരുവരും പലപ്പോഴും മടിച്ചു നിന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം തനിക്ക് കൈവരുമായിരുന്ന പാർട്ടി സെക്രട്ടറി പദവി ഗോവിന്ദന് നൽകിയത് മുതൽ പി ജയരാജൻ പാർട്ടിയോട് പിണക്കത്തിലാണ്. ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയിൽ നിന്ന് പോലും വിട്ടുനിന്നു പി. അന്നേ ദിവസം ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിലെ അതിഥിയായി പി എത്തിയ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ സംഭവ വികാസങ്ങളും പി CPM-ൽ നിന്നും അകലുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയായിരുന്നു. BJP-യുടെ പ്രകാശ് ജാവ്ദേക്കറുമായി പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വിവാദമായതോടുകൂടി കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ കോളിളക്കത്തിന് തുടക്കമാവുകയായിരുന്നു. ഇതുകൂടാതെ BJP-യിലേക്ക് വരാൻ മുതിർന്ന CPM നേതാവ് പി ജയരാജൻ ചർച്ച നടത്തി എന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലും CPM-നെ പിടിച്ചുലച്ചു. BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട 90% ചർച്ചകളും പി ജയരാജനുമായി പൂർത്തിയാക്കിയെന്നും എന്നാൽ എന്തുകൊണ്ടാണ് പിന്മാറിയത് എന്ന് വെളിപ്പെടുത്തേണ്ടത് പി തന്നെയാണ് എന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ. എന്തായാലും അടുത്ത കാലത്തായി പി CPM-ന് സൃഷ്ടിക്കുന്ന തലവേദനകൾ ചെറുതൊന്നുമല്ല. സ്വയം പൊട്ടൻ കളിക്കുന്ന പിയുടെ അതിബുദ്ധി CPM-ന്റെ അടിവേരറക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ വർഷം ഏപ്രിൽ 26-ന് ഒറ്റഘട്ടമായി കേരളം ബൂത്തിലേക്ക് പോയപ്പോഴും തിരഞ്ഞെടുപ്പ് ദിനത്തിലെ CPM-ന്റെ തലവേദന പി ജയരാജൻ തന്നെയായിരുന്നു. എക്കാലവും പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന പി BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമായത് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. എന്നാൽ ആ വിവാദങ്ങൾക്കെല്ലാം പിണറായി വിജയനും പിയും മാധ്യമങ്ങളോട് പ്രതികരിക്കാനായി തിരഞ്ഞെടുത്തത് വോട്ടെടുപ്പ് ദിനവും. രാവിലെ ബൂത്തിലെത്തിയ പി ആദ്യത്തെ വെടി പൊട്ടിച്ചു. ജാവ്ദേക്കറെ കണ്ടുവെന്നും അതിൽ രാഷ്ട്രീയമില്ല എന്നുമായിരുന്നു പിയുടെ വാദം. എന്നാൽ പിന്നാലെ ധർമ്മടത്തെ തിരഞ്ഞെടുപ്പ് ബൂത്തിന് മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് ദീർഘമായി സംസാരിച്ച പിണറായി വിജയൻ പക്ഷേ പ്ലേറ്റ് തിരിച്ചു വെച്ചു. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപി എന്നായിരുന്നു പിയെ തള്ളിക്കൊണ്ട് പിണറായി വിജയൻ അന്ന് നടത്തിയ പ്രസ്താവന. ഇതോടെ പിയെ CPM തള്ളി എന്ന രീതിയിലായി മാധ്യമ വാർത്തകൾ. വോട്ടെടുപ്പ് ദിനത്തിൽ മുഴുവനും പിയുടെ BJP ബന്ധവും ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധവുമെല്ലാം അന്ന് മുഴുവനും ചർച്ചയായി. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആലത്തൂർ ഒഴികെ 19 മണ്ഡലങ്ങളിലും CPM-ന് വൻ തോൽവിയും. അവിടം കൊണ്ടും തീർന്നില്ല. 2024 വയനാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിക്കപ്പെട്ടു. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വീണ്ടും CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് വിവാദമെത്തി. ഇത്തവണയും പി തന്നെയായിരുന്നു വിവാദ കേന്ദ്രം. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ട നാൾ മുതൽ പി ജയരാജൻ എഴുതി തുടങ്ങിയ ആത്മകഥ പ്രകാശനത്തിന് പ്രസാധകരായ DC ബുക്സ് തിരഞ്ഞെടുത്തതോ വോട്ടെടുപ്പ് ദിനവും. പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്ന കാര്യങ്ങളാണ് CPM-നെ വീണ്ടും വെട്ടിലാക്കിയത്. ഇപ്പോഴിതാ ശൈലജ ടീച്ചറും പിണറായി വിജയനെതിരെ പടക്കിറങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവസാനമായി പുറത്തു വരുന്നത്. അതായത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും ജനപ്രീതി നേടിയ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കെ ശൈലജയായിരുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ശൈലജയ്ക്ക് കൈവന്ന ഈ ജനപിന്തുണയിൽ അസ്വസ്ഥനായ പിണറായി വിജയൻ ശൈലജയെ പിന്നീടങ്ങോട്ട് മനഃപൂർവ്വം വെട്ടി ഒതുക്കുകയായിരുന്നു. നിപ പ്രതിരോധവും കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാഗ്സസെ അവാർഡിന് പരിഗണിച്ച് ശൈലജ ടീച്ചറെ ആ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കിയതും പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള അസൂയ കൊണ്ട് മാത്രമായിരുന്നു. കാരണം കോവിഡ് കാലത്ത് ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിക്ക് മുകളിൽ ജനമനസ്സുകളിൽ ഇടം നേടി, പ്രശംസകൾ ഏറ്റുവാങ്ങി. ഇതോടെ ശൈലജയെ എല്ലാ അർത്ഥത്തിലും ഒതുക്കാൻ പിണറായി വിജയൻ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ഭാഗം തന്നെയായിരുന്നു ശൈലജയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന അവാർഡ് പോലും വാങ്ങാൻ പിണറായി വിജയൻ സമ്മതിക്കാതിരുന്നത്. 2 പതിറ്റാണ്ട് മുൻപ് മുതിർന്ന നേതാവ് ജ്യോതി ബസുവിന് വേണ്ടി പ്രധാനമന്ത്രി പദം നിരസിച്ചതിന് ശേഷം CPM-ന്റെ രണ്ടാമത്തെ ചരിത്ര മണ്ടത്തരമെന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചത്. ഇതിനൊക്കെ പുറമെ
വടകരയിൽ മരുമകൻ മന്ത്രി റിയാസിന് വേണ്ടി ശൈലജയെ പിണറായി വിജയൻ ബലികൊടുത്തു എന്ന തരത്തിലും ആരോപണങ്ങൾ ഉയർന്നു. വടകരയിലെ കാഫിർ വിവാദവും ശൈലജയുടെ തോൽവിയുമെല്ലാം ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. എന്തായാലും ശൈലജയുടെ വളർച്ച പിണറായിയുടെ മരുമകന്റെ മുഖ്യമന്ത്രി കസേര എന്ന മോഹത്തിന് തടസ്സമാകുമെന്ന ഭയമാണ് ശൈലജയെ ഒതുക്കാനുള്ള പിണറായി തന്ത്രങ്ങളുടെ മൂല കാരണം. എന്തായാലും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ശൈലജ പാർട്ടി വിടുന്നു എന്നും തന്റെ പൊതുപ്രവർത്തന ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേസമയം ഇപിയും ശൈലജയും ഒരുമിച്ച് നിന്നാൽ പിണറായിസത്തിന്റെ അന്ത്യം കാണാനും താമസമുണ്ടാകില്ല.